DCB മീഡിയയുടെ വളരെ സന്തോഷകരമായ ഒരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. 2025 ഓണത്തോടനുബന്ധിച്ചുള്ള ക്ഷേമ പെൻഷന്റെ വിതരണം സർക്കാർ ആരംഭിച്ചിരിക്കുന്നതിന്റെ വിശദവിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. 62 ലക്ഷത്തിലധികം പേർക്കാണ് ഓണത്തിന് മുന്നോടിയായുള്ള പെൻഷൻ വിതരണം തുടങ്ങുന്നത്. സംസ്ഥാനത്ത് മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതിനുള്ള അവസാന ദിവസം എത്തും മുൻപേ തന്നെ ഓണക്ഷേമ പെൻഷനുകൾ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുന്നതിന്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ എല്ലാവിധ ക്ഷേമ പദ്ധതി അറിയിപ്പുകളും കൃത്യമായി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ഓണപ്പെൻഷന് വേണ്ടിയുള്ള കാത്തിരിപ്പ് അങ്ങനെ അവസാനിച്ചു. സംസ്ഥാന ധനവകുപ്പ് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ഓണത്തോടനുബന്ധിച്ചുള്ള ക്ഷേമ പെൻഷന്റെ വിതരണ ഉത്തരവ് പുറത്തിറക്കിയത്. ചാനലിലൂടെ മുൻപ് അറിയിച്ചിരുന്നത് പോലെ തന്നെ 2 മാസത്തെ ക്ഷേമ പെൻഷൻ തുക ഒരുമിച്ച് ചേർത്ത് 3200 രൂപ ആയിട്ടാണ് വിതരണം ചെയ്യുന്നത്. 2 ഉത്തരവുകളാണ് സർക്കാർ ഇറക്കിയത്. ഒന്ന്, വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവർക്ക് 2 മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യുന്ന അറിയിപ്പ്. രണ്ടാമത്തേത്, വിവിധ ക്ഷേമനിധി ബോർഡുകളുടെ 2 മാസത്തെ പെൻഷൻ വിതരണത്തിനുള്ള അറിയിപ്പ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിനുള്ള ഉത്തരവിൽ 2025 ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ 50,30,147 പേർക്ക് നൽകുന്നതിനായി 740,15,11,100 രൂപയും അതോടൊപ്പം കുടിശ്ശിക ഉണ്ടായിരുന്ന ഒരു ഗഡു 49,94,976 പേർക്ക് നൽകുന്നതിനായി 734,66,84,500 രൂപയും ചേർത്ത് 3,200 രൂപ വീതം ഓരോരുത്തർക്ക് നൽകുന്നതിനായി മൊത്തം 1,474,81,94,600 രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം NSAPയിൽ, അതായത് ദേശീയ സാമൂഹ്യ സഹായ പദ്ധതിയിൽ വരുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ, ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ, ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ എന്നിവയിലെ 8,46,456 ഗുണഭോക്താക്കൾക്ക് 2 മാസത്തെ കേന്ദ്രവിഹിതമായ NSAP വിഹിതം നൽകുന്നതിനായി 48,61,79,600 രൂപയും സംസ്ഥാനം ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. അതിനാൽ പെൻഷൻ തുകയിൽ 200, 300, 500 എന്നിങ്ങനെ കേന്ദ്രവിഹിതമുള്ളവർക്ക് ആ തുകയും അടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രത്യേകമായി അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. 3,200 രൂപ വീതമുള്ള ഓണപ്പെൻഷൻ വിതരണം 23/8/2025 ശനിയാഴ്ച മുതൽ ആരംഭിച്ച് സെപ്റ്റംബർ 2-ാം തീയതിക്കുള്ളിൽ പൂർത്തിയാക്കിയിരിക്കണമെന്നും ധനകാര്യ ഉത്തരവിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിനാൽ 4-ാം തീയതി ഓണത്തിനു മുൻപായി തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലും സഹകരണ ജീവനക്കാർ വഴി വീടുകളിലും പെൻഷൻ എത്തുന്നവർക്കെല്ലാം തന്നെ ഓണപ്പെൻഷൻ ലഭിക്കുന്നതാണ്. വ്യാഴാഴ്ച ഉത്തരവ് വന്നതിനാൽ സഹകരണ ബാങ്കുകളിലേക്ക് പെൻഷൻ വിതരണത്തിനുള്ള പണവും ലിസ്റ്റും ഇന്നു മുതൽ എത്തുന്നതിനാൽ നാളെ മുതൽ തന്നെ വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണവും ആരംഭിച്ചേക്കും. 2-ാമത്തെ ഉത്തരവിൽ സർക്കാർ ധനസഹായം ഉപയോഗിച്ച് പെൻഷൻ നൽകുന്ന ക്ഷേമനിധി ബോർഡുകളിലെ 6,38,600 ഗുണഭോക്താക്കൾക്ക് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷനും ഒരു കുടിശ്ശിക പെൻഷനും ചേർത്ത് 3,200 രൂപ വീതം വിതരണം ചെയ്യുന്നതിനായി 200,71,04,400 രൂപയും അനുവദിച്ചിട്ടുണ്ട്. വിതരണ തീയതികൾ സാമൂഹ്യ സുരക്ഷാ പെൻഷന്റേതു തന്നെയാണ്. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇന്ന് DBT സെല്ലിൽ നിന്നും വിതരണം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ തന്നെ തുക ക്രെഡിറ്റ് ആകുന്നതാണ്. അല്ലെങ്കിൽ 4-ാം ശനി ആയതുകൊണ്ട് ബാങ്ക് അവധിയുള്ളതിനാൽ തിങ്കൾ മുതലായിരിക്കും തുക എത്തിച്ചേരുക. ബാങ്ക് അക്കൗണ്ടുകളിൽ 1,600 വീതം 2 തവണയായിട്ടായിരിക്കും തുക ക്രെഡിറ്റ് ആവുക. ഓരോ മാസത്തെയും പ്രത്യേകമായി അയക്കുന്നത് കൊണ്ടാണ് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ 2 തവണയായി മൊത്തം 3,200 രൂപ എത്തുക. വീടുകളിലേക്ക് ഒറ്റ തവണയായി തന്നെ സഹകരണ ജീവനക്കാർ 3,200 രൂപ എത്തിക്കുന്നതാണ്. വളരെ സന്തോഷകരമായ ഈ വാർത്ത മറ്റുള്ളവരിലേക്കും വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്കും കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം.